വിവാദങ്ങൾക്ക് പിന്നാലെ KPCC ഡിജിറ്റൽ മീഡിയ സെല്ലിന്റെ തലപ്പത്തഴിച്ചുപണി. സെല്ലിന്റെ ചുമതല എറണാകുളം MP ഹൈബി ഈഡന് നൽകി. VT ബൽറാമിനെ മാറ്റി. ഇനി മുതൽ സോഷ്യൽ മീഡിയ സെൽ എന്നായിരിക്കും അറിയപ്പെടുക. വിനീത വേണു വിവരങ്ങൾ നൽകും. വിനീത, അപ്പോൾ ഡിജിറ്റൽ സെല്ലിന്റെ ചുമതലയുള്ളവരിൽ നിന്നും അല്ലെങ്കിൽ അതിന്റെ ഭാഗമായവരിൽ നിന്ന് തന്നെ സൈബർ ആക്രമണത്തിന് നിർദ്ദേശം പോയി ചില വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ നിന്നുള്ള വിവരം പുറത്തു വന്നിരുന്നു. അത് തൊട്ടു പിന്നാലെയാണോ ഇപ്പോൾ പുതിയ തലവരായി അതിൽ ഹൈബി ഈഡന് ചുമതല നൽകിയിരിക്കുന്നത്? തീർച്ചയായും സ്മൃതി, അങ്ങനെ തന്നെ വേണം. നേരത്തെ തന്നെ ഈ പുനഃസംഘടനയെ കുറിച്ച് ആലോചിച്ചിരുന്നെങ്കിലും ഇപ്പോൾ വിവാദങ്ങളായതിന് പിന്നാലെ രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി സൈബർ പോരാളികൾ ഇറങ്ങുകയും ഡിജിറ്റൽ മീഡിയ സെല്ലിന്റെ പേരിൽ തന്നെ ഇത്തരത്തിൽ സൈബർ ആക്രമണം അതിജീവിതയ്ക്കെതിരെ ഉണ്ടാവുകയും ഒക്കെ ചെയ്തതാണ്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ പെട്ടെന്നുള്ള ഒരു തീരുമാനം എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതിൽ നമുക്കറിയാം, പ്രതിപക്ഷ നേതാവ് VD സതീഷിനെതിരെ വരെ ചേരിതിരിഞ്ഞ് ആക്രമണം ഉണ്ടാവുകയും അതിൽ ദേശീയ നേതൃത്വം ഉൾപ്പെടെ ഇടപെടുകയും ചെയ്തതാണ്. ഇതിന്റെ കൂടി പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ഡിജിറ്റൽ മീഡിയ സെൽ ചെയർമാനായ VT ബൽറാമിനെ മാറ്റിക്കൊണ്ട് KPCCയുടെ മറ്റൊരു വൈസ് പ്രസിഡന്റായ ഹൈബി ഈഡന് ചുമതല നൽകിയിരിക്കുന്നത്. KPCC ഡിജിറ്റൽ മീഡിയ സെൽ എന്നത് ഇനി മുതൽ സോഷ്യൽ മീഡിയ സെൽ എന്നാകും അറിയപ്പെടുക. ദേശീയ തലത്തിലായാലും മറ്റ് സംസ്ഥാന ഘടകങ്ങളായാലും ഒക്കെ ഇങ്ങനെ തന്നെയാണ് അറിയപ്പെട്ടിരുന്നത്. പക്ഷേ ഡിജിറ്റൽ മീഡിയ സെല്ലിന്റെ പേരിൽ വലിയ രീതിയിൽ സൈബർ ആക്രമണം ഉൾപ്പെടെ നടക്കുകയും അത് പാർട്ടിയെ തന്നെ വലിയ രീതിയിൽ പ്രതിരോധത്തിലാക്കുകയും ചെയ്തതിന് പിന്നാലെയാണ് VT ബൽറാമിനെ മാറ്റാനുള്ള തീരുമാനം ഉണ്ടാകുന്നത്. അന്ന് നമുക്കറിയാം, BD ബിഹാർ പോസ്റ്റ് വിവാദമായതിന് പിന്നാലെ VT ബൽറാം ഈ ഡിജിറ്റൽ മീഡിയ സെല്ലിന്റെ ചെയർമാൻ സ്ഥാനം ഒഴിഞ്ഞിരുന്നെങ്കിലും KPCC രാജി സ്വീകരിച്ചില്ല എന്നതാണ് അറിയുന്നത്. ഇന്നിപ്പോൾ ബൽറാമിന്റെ പ്രതികരണം വന്നത് തന്നെയാണ്. നേരത്തെയും പുനഃസംഘടന ആലോചിച്ചതാണ്, പക്ഷേ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ഉൾപ്പെടെ വന്നതിനാൽ നീണ്ടു. ഇപ്പോൾ ഉണ്ടായത് ഉചിതമായ പുനഃസംഘടനയാണെന്നാണ് ബൽറാം പ്രതികരിക്കുന്നത്. ഏതായാലും വലിയൊരു ഉത്തരവാദിത്തമാണ് തെരഞ്ഞെടുപ്പ്. ഇപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കുന്നു, നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാനിരിക്കെ ഇതിന്റെ ഒരു പ്രതിച്ഛായ തന്നെ വീണ്ടെടുക്കുക എന്ന വലിയ ഉത്തരവാദിത്തമാണ് ഹൈബി ഈഡനുള്ളത്. ഏതായാലും പ്രൊഫഷണൽ സംഘത്തെ നിയോഗിക്കാൻ ഹൈബി ഈഡന് നിർദ്ദേശം നൽകിയിരിക്കുന്നു ദീപാദാസ് മുൻഷി എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ശരി, വിനീത വേണുവാണ് വിവരങ്ങൾ നൽകിയത്.